ഹായ് മക്കളെ, അപ്പം നിങ്ങളുടെ SSLC എക്സാമിന് മാത്സിൽ നിന്ന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ മുകളിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഹാർഡാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ വളരെ സിമ്പിളാണ്. 3 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടാൻ പറ്റും. കാരണം നിങ്ങൾക്ക് കാരണം ഈ tan 50 × tan 40 degrees = 1 പ്രൂവ് ദാറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുഴപ്പിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ത്രികോണം ABC-യിൽ ആംഗിൾ B 90 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ആംഗിൾ B 90 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ C എന്താണ്? ആംഗിൾ C 50 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചേ, താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് tan 50 ഡിഗ്രി? ഇപ്പൊ tan 50 എത്രയാണ്, tan 50 ഡിഗ്രി എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ tan 50 ഡിഗ്രി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇക്വേഷൻ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. tan 50 ഡിഗ്രി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? tan 50 ഡിഗ്രി ഓപ്പോസിറ്റ് ബൈ tan 50 എന്നല്ല, tan x ഓപ്പോസിറ്റ് ബൈ എന്ത്, അഡ്ജസെന്റ് അല്ലേ. അഡ്ജസെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണവശം, എതിർവശം ബൈ സമീപത്തുള്ള ചങ്ങായി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശക്കാരനാരാ? എതിർവശക്കാരൻ എന്ന് പറയുന്നത് tan 50യുടെ നോക്കൂ, tan 50യുടെ എതിർവശത്തുള്ളത് എന്താണ്? AB ആണ്. അപ്പം നമ്മുടെ ഇതെന്താണ്? AB എന്നാണ് വരിക. ഓക്കെ, AB ബൈ അഡ്ജസെന്റ് അല്ലെങ്കിൽ സമീപവശം എന്താണ് ഇവിടെ? ഇവിടെ സമീപവശം എന്ന് പറയുന്നത് ആംഗിൾ BC ആണ് അല്ലേ. അല്ല, ആംഗിൾ BC അല്ല, BC ആണ്, വെറും BC ആണ്. ഓക്കെ, അപ്പൊ AB ബൈ BC എന്നാണ് ആൻസർ. ഓക്കെ, ഇനി നമ്മളെ ആൻസർ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു, AB ബൈ BC ആണ്. അപ്പോൾ ഇവിടെ നമുക്കിതാ AB ബൈ BC എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? tan 50 × tan 40 = 1 വന്നിട്ട് പ്രൂവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ ആദ്യം tan 50 ഡിഗ്രി കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ tan 50 എത്രയാണ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എത്ര കണ്ടുപിടിക്കണം? tan 40. ഇനി tan 40 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. tan 40 ഡിഗ്രി tan 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ADJ, സമീപവശം ബൈ എതിർവശം ബൈ കർണവശം, എതിർവശം ബൈ സമീപവശം. തെറ്റുന്നുണ്ട്, സമീപവശം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താണ്? അപ്പോൾ tan 40 ഏതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏതാ? 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആംഗിൾ A ആണ് 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എന്താടാ? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് BC ആണ് അല്ലേ. സംശയം ഉണ്ടോ? എന്തൊക്കെ എതിർപ്പുണ്ടതാ? BC ആണ്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് BC. അപ്പൊ സമീപവശം എന്ന് പറയുന്നത് ഇതാണോ? അല്ല, ഇതല്ല. പിന്നെ ഏതാ? AB ആണ് സമീപവശം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമീപവശം AB എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം BC ബൈ AB ആണ് എന്ത്? tan 40 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ആൻസർ ആണ് കിട്ടേണ്ടത് അല്ലേ. tan 50 × tan 40 അല്ലേ. tan 40 എത്ര കിട്ടുന്ന പറഞ്ഞേ? 1 കിട്ടുന്ന പറഞ്ഞേ. അപ്പൊ tan 50 എത്രയാടാ? tan 50 എന്ന് പറയുന്നത് AB ബൈ BC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. tan 40 എത്രയാ? BC ബൈ AB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്തുകൊണ്ട് 1 എന്ന് പറയട്ടെ? എന്തുകൊണ്ട് 1 വന്നെന്ന് പറയട്ടെ. ഇതാ ഇവിടെ കണ്ട, AB ബൈ BC, BC ബൈ AB ആണ് അല്ലേ. AB ബൈ BC ബൈ AB ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും രണ്ടെണ്ണത്തിന് കട്ട് ചെയ്യാം. അപ്പൊ ഇതും കട്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും കട്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? BC ബൈ BC. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ? എത്ര കിട്ടും? 1 എന്ന് കിട്ടും. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 മാർക്ക് സെറ്റാക്കി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയുള്ള വീഡിയോസിന് കാത്തിക്കണം. ബൈ.